വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ചീസി ആയിട്ടുള്ള ഒരു ഗാർലിക് ബണ്ണിൻ്റെ റെസിപ്പി കണ്ടു നോക്കാം. കുട്ടികളുടെ ടിഫിൻ ബോക്സിലും പിന്നെ ഈവനിങ് സ്നാക്കിനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന അടിപൊളി നല്ല ടേസ്റ്റുള്ള ഗാർലിക് ബണ്ണാണ് ഇതുണ്ടാക്കാനായിട്ട്. ഞാനൊരു 4 വെളുത്തുള്ളി അല്ലി തൊലി കളഞ്ഞിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് വെക്കുന്നുണ്ട്. എന്നിട്ട് ഒരു 100 ഗ്രാം അൺസാൾട്ടഡ് ബട്ടർ നേരത്തെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെക്കണം, കുറച്ച് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ്. അത് ഒരു ബൗളിലേക്ക് ഇടാം. അതിനുശേഷം ഉപ്പുള്ള ബട്ടർ നിങ്ങൾ യൂസ് ചെയ്യുന്നെങ്കിൽ ഉപ്പ് യൂസ് ചെയ്യണ്ട, അല്ലെങ്കിൽ ഒരു 1/4 ടീസ്പൂണ് ഉപ്പ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ച ഗാർലിക്കും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂണ് ഫുള്ള് ഓറിഗാനോ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂണ് ഞാൻ മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 3-4 ടേബിൾ സ്പൂണ് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് സ്മൂത്ത് ആക്കിയിട്ട് എടുക്കണം. ഈ ബണ്ണ് നിങ്ങൾ നേരത്തെ റെഡിയാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ പിറ്റേന്ന് രാവിലെ കുട്ടികൾക്ക് ബേക്ക് ചെയ്ത് കൊടുക്കാനൊക്കെ എളുപ്പമാണ്. നല്ലോണം ഇതൊന്ന് സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട്. ബണ്ണ് ഞാനിവിടെ ചെറിയ സൈസ് ബണ്ണാണ് എടുത്തത്. നിങ്ങൾക്ക് ഏതാണ് കിട്ടുന്നത് അതെടുത്തോ, പക്ഷേ നന്നായി വലുതാകേണ്ട, ചെറിയ ബണ്ണാണ് ഇതിന് നല്ലത്. ഇനി വീഡിയോയിൽ കാണുന്ന പോലെ പതുക്കെ ഒന്ന് കത്തി വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. അടിയിലുള്ള ഭാഗം കട്ടാകാതെ മുകളിലും ഉൾഭാഗവും മാത്രം വേണം ഇത് കട്ടാകാൻ വേണ്ടിയിട്ട്. സ്ലോലി ചെയ്ത് കൊടുക്കണം, എന്നാലേ ഇതേപോലെ നിങ്ങൾക്ക് ബണ്ണ് കട്ട് ചെയ്യാൻ പറ്റൂ. ഇതാക്കണ്ട. ഇനി നമുക്ക് ഈ ഇവിടെ ഇടയിലൊക്കെ ബട്ടറിൻ്റെ മിക്സ് തേച്ച് കൊടുക്കാം. എല്ലായിടത്തും ബട്ടറിൻ്റെ മിക്സ് കുറേശ്ശെയായിട്ട് എടുത്ത് നമുക്ക് പുരട്ടി കൊടുക്കാം. അങ്ങനെ ബട്ടർ പുരട്ടിയതിന് ശേഷം ഇനി നമുക്ക് വേണ്ടത് കുറച്ച് മൊസറല്ല ചീസ് ഗ്രേറ്റ് ചെയ്തതാണ്. മൊസറല്ല ചീസ് ഗ്രേറ്റ് ചെയ്തത് ഈ ഇടയിലൊക്കെ നമുക്ക് കുറേശ്ശെ ഇട്ടെടുത്ത് ഫില്ല് ചെയ്ത് കൊടുക്കാം. കൂടുതൽ വെക്കേണ്ട ആവശ്യമില്ല, കുറേശ്ശെ ഇട്ടെടുത്ത് ആ എല്ലായിടത്തും ഒന്ന് നമുക്ക് വെച്ച് കൊടുക്കാം. അങ്ങനെ ഇതേപോലെ എല്ലാ ബണ്ണും ചെയ്തെടുക്കുക. ഇതേപോലെ ചെയ്തിട്ട് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ ഒരു 3-4 ദിവസം വേണമെങ്കിൽ സൂക്ഷിച്ച് വെക്കാം. ആവശ്യമുള്ള സമയത്ത് ബേക്ക് ചെയ്തെടുത്താൽ മതി. ഇനി ഒരു ഫ്രൈങ് പാനിൽ കുറച്ച് ബട്ടർ തേച്ചിട്ട് നമുക്ക് ഈ ബണ്ണ് വെച്ചിട്ട് ഓവനിലുള്ള മേലെ ഭാഗം തീ കത്തിച്ചിട്ട് ഏകദേശം ഒരു 10 മിനിറ്റ് ബേക്ക് ചെയ്തെടുത്താൽ മതി. ഇതിൻ്റെ മുകളിലൊന്ന് കളർ മാറുന്നവരെ. അപ്പോൾ നമ്മുടെ ബണ്ണ് റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. 2 ദിവസം കഴിഞ്ഞാൽ അർഫ നോമ്പല്ലേ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക.